നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹത്തിനപ്പുറം അവർക്ക് മറ്റൊരു ചിന്തയില്ല. ആ ഹബീബിനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് നന്നാവുന്നത്. ആ ഹബീബിനു ശരീരം കൊടുക്കുമ്പോഴാണ് നാളെ പാരത്രിക ലോകത്ത് ഹബീബിന്റെ ശഫാഅത്തിന്റെ അരികു പറ്റാൻ നമുക്ക് കഴിയുന്നത്. അതല്ലേ ജാബിർ ഇബ്നു അബ്ദില്ലാഹിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ആരാണ് ജാബിർ തങ്ങള്? മദീനയിൽ വലിയ ധനികനാണ്. ഒരുപാട് തോട്ടം നട്ടു വളർത്തിയ വ്യക്തിയാണ്. ആ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു തോട്ടം നനക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ വന്ന് പറഞ്ഞു, യാ അബതീ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, മദീനത്തെ പള്ളിയിലേക്ക് എല്ലാവരും ഓടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തായിട്ടുണ്ടോ ഉപ്പാ? ജാബിർ ഇബ്നു അബ്ദില്ലാഹിൽ അൻസ്വാരി തങ്ങള് മോനോട് പറഞ്ഞു, മോനെ നീ ഒന്ന് പോയി അന്വേഷിക്കണം. ചെറിയ മകനാണ്. ആ മകൻ വന്നു പറഞ്ഞു, ഉപ്പാ, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടുണ്ട്. ഈ നിമിഷം ജാബിർ തങ്ങൾ തോട്ടം നനക്കുകയാണ്. തോട്ടം നനക്കുന്ന ജാബിർ തങ്ങൾ കൈകളിലുള്ള പാത്രമൊക്കെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹബീബായ തങ്ങൾ വഫാത്തായി പോയല്ലോ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായെങ്കിൽ ഹബീബായ തങ്ങളില്ലാത്ത മദീന ഇനി എനിക്ക് കാണേണ്ടതില്ല അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാതെ ഇനി ഞാനെങ്ങനെ ജീവിക്കുമല്ലാഹ്. ആ സമയത്താണ് ജാബിർ ഇബ്നു അബ്ദില്ലാഹിൽ അൻസ്വാരി തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് സങ്കടപ്പെടുമ്പോൾ പ്രിയപ്പെട്ട മകനോട് പറയുന്നു, മോനെ, ആ കാണുന്ന കൽച്ചീളുകളിൽ നിന്ന് നല്ല മൂർച്ചയുള്ള കൽച്ചീളൊന്ന് കൊണ്ടുവരണം മോനെ. ഹബീബായ തങ്ങൾ വഫാത്തായി പോയില്ല മോനെ. ആ നബി തങ്ങളില്ലാത്ത മദീന ഞാൻ എങ്ങനെ നോക്കിയിരിക്കാനാണ്? സുബ്ഹാനല്ലാഹ്. ജാബിർ തങ്ങളെ മകൻ ചെറിയ കുട്ടിയാണ്. വാപ്പ പറയുന്നതും കേൾക്കണമെന്നേ പഠിച്ച് ശീലിച്ച കുട്ടിയാണ്. ആ മകന് വാപ്പ പറയുന്നത് കേട്ട് നല്ല കൂർത്ത കൽച്ചീള് കൊണ്ടുവന്നു. ജാബിർ തങ്ങൾ മകന്റെ മുന്നിൽ കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ജാബിർ ഇബ്നു അബ്ദില്ലാഹിൽ അൻസ്വാരി തങ്ങൾ പ്രിയപ്പെട്ട മകനോട് പറയുന്നു, മോനെ, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയല്ലോ മോനെ. ആ ഹബീബായ തങ്ങൾ വഫാത്തായെങ്കിൽ നബി തങ്ങളില്ലാത്ത മദീന ഞാൻ എങ്ങനെ കാണാനാണ്? ആ കല്ലുകൊണ്ട് വാപ്പാന്റെ വലതു കണ്ണിനൊന്ന് കുത്തണം മോനെ. വാപ്പ പറയുന്നത് കേൾക്കണമെന്നേ മകനറിയൂ. അതിന്റെ പ്രത്യാഘാതം ചിന്തിക്കുന്ന പ്രായത്തിലല്ല ജാബിർ തങ്ങളുടെ മകന് വാപ്പാന്റെ വലതു കണ്ണിലേക്ക് കരിഞ്ചീവല്ലുകൊണ്ട് കുത്തിയിറക്കിയപ്പോൾ ജാബിർ ഇബ്നു അബ്ദില്ലാഹി തങ്ങളുടെ വലതു കണ്ണ് വലതു കവിൾത്തടത്തിലൂടെ പൊട്ടിയൊലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
ജാബിർ തങ്ങളെ വലതു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മകനോട് പറഞ്ഞു, മോനെ വാപ്പാന്റെ ഇടതു കണ്ണിനും കുത്തണം മോനെ. ജാബിർ തങ്ങളുടെ മകന് അതാ വാപ്പാന്റെ ഇടതു കണ്ണിലേക്കും മൂർച്ചയുള്ള കൽച്ചീളുകൊണ്ട് വന്ന് കുത്തുകയാണ്. ജാബിർ ബിനു അബ്ദില്ലാഹി തങ്ങളുടെ ഇടതു കണ്ണും പൊട്ടിയൊലിച്ചു ഇടതു കവിൾത്തടത്തിലൂടെ വാർന്നൊലിക്കുമ്പോൾ ജാബിർ ബിനു അബ്ദില്ലാഹ് തങ്ങൾ പൂർണ്ണ അന്ധനാവുകയാണ്. ആ സമയം പറയുന്നത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ വഫാത്തായലോടുകൂടെ എന്റെ കണ്ണിന്റെ വാലിഡിറ്റി തീർന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെങ്കിൽ പിന്നെ എനിക്കെന്റെ കണ്ണുകൊണ്ട് ഒരാളെയും കാണേണ്ടതില്ല. കാരണം അല്ലാഹു എനിക്ക് കണ്ണു തന്നത് എന്റെ ഹബീബിനെ കാണാനാണ്. ആ ജാബിർ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തു പറഞ്ഞ ഹബീബിന്റെ അരികു പറ്റാനിരിക്കുന്നത്? ആ ഹബീബായ തങ്ങളെ ശഫാഅത്ത് നമുക്കും വേണ്ടതില്ലേ?